എല്ലാവർക്കും അതാത് സ്ഥാനങ്ങളിൽ ഇരിക്കാം. നമ്മൾ തുടർമാനമായി ദേശത്തിന് വേണ്ടിയുള്ളതായ ഐക്യമായുള്ള പ്രാർത്ഥനയിൽ നമ്മൾ ചെയ്തു വരുന്നത് പോലെ ആമേൻ കടന്നു വരുന്ന ദൈവജനത്തിന്റെ ആമീൻ ഹല്ലേലൂയ ദൈവജനത്തിൽ നിന്ന് ആമീൻ ഹല്ലേലൂയ ചിലരെ നമ്മൾ ആമീൻ ഹല്ലേലൂയ മുൻപോട്ട് ക്ഷണിക്കുകയും ആമീൻ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനം അല്പസമയം അവരെ കൊണ്ട് ആമീൻ ഹല്ലേലൂയ പ്രസ്താവിക്കുകയും ചെയ്യുന്നത് തുടർമാനമായി നമ്മൾ ചെയ്തു വരുന്നുണ്ട്. ആമീൻ ഇന്ന് രാത്രികാലവും ആമീൻ അത് അങ്ങനെ തന്നെ ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ആമീൻ നമ്മുടെ മധ്യയിൽ ആമീൻ ഹല്ലേലൂയ ആമീൻ നമ്മുടെ മധ്യനായിരിക്കുന്ന ജോസഫ് അച്ഛൻ മുമ്പോട്ട് കടന്നു വരും. ആമീൻ 10 മിനിറ്റ് തനിക്ക് കൊടുത്തിരിക്കുന്ന കാഴ്ചപ്പാടനുസരിച്ച് ആമീൻ ദൈവം കൊടുക്കുന്ന കൃപയനുസരിച്ച് ദൈവം കൊടുക്കുന്ന വെളിപ്പാടനുസരിച്ച് ആമീൻ ചിലപ്പോൾ തന്റെ സാക്ഷ്യമായിരിക്കും താൻ പറയുന്നത്, ചിലപ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് ദൈവം കൊടുക്കുന്ന നിയോഗം അനുസരിച്ചായിരിക്കും. എന്തെന്ന് നമ്മൾ അറിയുന്നില്ല. നമുക്ക് പ്രാർത്ഥനയിലായിരിക്കാം. ഇന്ന് രാത്രികാലം നമുക്ക് എന്തായിരുന്നാലും ആമീൻ ഹല്ലേലൂയ നമുക്ക് ആമീൻ ദൈവ സാന്നിധ്യം ഇതിനകത്തളങ്ങളിൽ ഇറങ്ങണം. ആമീൻ ഹല്ലേലൂയ തന്റെ സാക്ഷ്യമാണോ അത് ചിലരെ ഉണർത്തണം. ദൈവവചനമാണോ അത് ചിലരെ തൊടണം. ആമീൻ ഇന്ന് രാത്രികാലം അതിനായി നമുക്ക് പ്രാർത്ഥനയോടായിരിക്കാം. തുടർന്ന് ആമീൻ ചില നിമിഷങ്ങൾ ഹല്ലേലൂയ മുൻപോട്ട് ഞാൻ ഹല്ലേലൂയ ക്ഷണിക്കുകയാണ്. ആമീൻ മുൻപോട്ട് കടന്നു വന്നു. ഹല്ലേലൂയ. രാത്രികാലം ദൈവങ്ങളോട് ഒരുമിച്ച് അല്പസമയം സംസാരിപ്പാൻ ദൈവമാകത്താവിടേക്ക് സ്തോത്രം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ദിവസനായിരിക്കാം. യോഹന്നാന്റെ സുവിശേഷം 16 അധ്യായം ഒന്ന് വായിച്ചു ആരെങ്കിലും. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രികാലം ദൈവത്തോട് ഒത്തൊരുമിച്ച് അല്പസമയം ദൈവസ്ഥനായിരിക്കാൻ ദൈവമാകത്തായിട്ട് സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. എനിക്ക് ഈ വചനത്തിൽ കൂടെ അല്പസമയം സംസാരിക്കാൻ ദൈവമാകത്തായിട്ട് സ്തോത്രം ചെയ്യുന്ന ഇന്ന് രാത്രികാലം ദൈവമക്കളുടെ മധ്യത്തിൽ എനിക്ക് ചരിത്രങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ ഇതിലെ ആഴത്തെ കുറിച്ചൊന്നും സംസാരിക്കാൻ എത്തില്ലെങ്കിലും ചില കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് ദൈവസ്ഥനിൽ ഇരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന 2 വാക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം 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 ചേർത്താവി നിർത്താവി എന്റെ വചനം വായിച്ചിരിക്കുന്ന നിർത്താവി എന്റെ വചനം നിർത്താവി ന്യായമായി ചിന്തിപ്പാൻ ഓർത്താവി എന്ന് തന്നെ അറിയില്ല. ദൈവം തരുന്ന ആ കവചൊത്തവണ്ണം കർത്താവ് അല്പസമയം ആയിരിക്കുന്ന കർത്താവ് ഈ രാത്രികാലം ആയിരിക്കുകയാണ്. നിന്റെ സാന്നിധ്യം കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കണം. നീ എന്റെ നാവോട് കൂടെ ആയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ നിലകാരങ്ങളിലേക്ക് വരുമ്പോൾ യേശുനാമത്തിനാണ്. ഒന്നോർന്ന് വായിക്കും. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം നമ്മോട് വായിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്, ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എന്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രികാലം ദൈവസ്ഥനിൽ നമ്മള് ദൈവസ്ഥനിൽ അവൻ ഇരിക്കുന്ന ഇടത്ത് നമ്മൾ ഇരിക്കേണ്ടതിന് ഇതിനെയും വന്ന് നമ്മളെ ദൈവം ചേർത്തോളം. ദൈവത്തിന് സ്തോത്രം. ആ ദൈവസ്ഥനിൽ നമ്മളെ എങ്ങനെ ആയിരിക്കണം, ഏത് പ്രകാരം ജീവിക്കണം, ഏത് പ്രകാരം ജീവിച്ചെങ്കിൽ മാത്രമേ അവൻ ഇരിക്കുന്ന ഇടത്തിൽ നമ്മൾക്ക് ഇരിക്കാൻ സാധ്യമുള്ളൂ. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന നമ്മളെ മറ്റുള്ള രീതിയിലോ അല്ലെങ്കിൽ കൂത്തുകാഴ്ചയിലോ അല്ലെങ്കിൽ ഒന്നും തന്നെ പോവാൻ ഒരു സ്തോത്രം ചെയ്യുന്ന അവന്റെ സന്നിധിയിൽ അവൻ ഇരിക്കുന്ന ഇടത്തിൽ ഇരിക്കണമെങ്കിൽ ദൈവസ്ഥനിൽ അടുക്കുവാനും ദൈവത്തെ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ അവന്റെ സന്നിധിയിൽ ആയിരിക്കാൻ കഴിയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അവൻ ഇരിക്കുന്ന ഇടത്തിൽ ഇരിക്കുവാൻ സാധ്യമാണ്. അവൻ പിന്നെയും നമ്മളെ ചേർത്തോളം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ രാത്രികാലം ആയിരിക്കാൻ ദൈവകാരനായിട്ട് സ്തോത്രം ചെയ്യുന്ന ഈ രാത്രികാലം ദൈവത്തിൽ ആയിരിക്കാൻ ഇടയ്ക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഒരിക്കലും ദൈവത്തിനെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്ന നോക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ സ്തോത്രം ചെയ്യുന്ന അനേക മക്കൾക്ക് ഈ സ്ഥലങ്ങൾ ലഭ്യമാണ്.
ഞാനും അത് കഴിഞ്ഞുകൊടുമ്പോൾ എനിക്ക് അല്പസമയം ആയിരിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്ന സത്രകമേ സഭേന്ദ്രന് തീച്ചൂളയിൽ നിന്ന് വിടിയിച്ച കർത്താവ് ഈ രാത്രികാലം നമ്മളെയും ഇടിയിപ്പോൾ സത്യമാണ് സ്തോത്രം ചെയ്യുന്ന അവന്റെ സന്നിധിയിൽ ആയിരിക്കുന്ന കർത്താവേ. രാജാവ് പറഞ്ഞതുപോലെ ആ 7 സംഗതിയാണ് തീച്ചൂള കൂട്ടിയ സത്രകമേ സഭേന്ദ്രനെ തീച്ചുളയിലേക്ക് കൊണ്ട്. എന്നാൽ ആ രാജാവ് നോക്കുമ്പോൾ ആ 3 പേരെ കൊണ്ടിട്ടെങ്കിലും നിർത്താൻ 4ാമനായി ഒരുത്തനും കൂടെ അതിനകത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ആ സന്നിധിയിൽ ആ തീച്ചുളയിൽ നിന്ന് ശത്രുക്കളുടെ സഭേതനെ വിടിവിച്ചെങ്കിൽ നമ്മളെയും വിടിയിപ്പാൻ സാധ്യമാണ്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ സമയം വരെ ദൈവസ്ഥനായിരിക്കാൻ ദൈവം എന്നെ ഇടയാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന 63 വയസ്സ് വരെയും ഈ ലോകത്തിന്റെ ഒരു വഴിയിലോ അല്ലെങ്കിൽ മറ്റോ ഒരു ലഹരി പദാർത്ഥങ്ങളോ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. 63ാമത്തെ വയസ്സ് വരെയും ദൈവം എന്നെ നടത്തി. എന്റെ പുണ്യപ്രവൃത്തിയോ എന്റെ നീതിയോ ഒന്നും തന്നെയല്ല. ദൈവ മക്കൾ അനേക വിശുദ്ധന്മാർ എനിക്ക് വേണ്ടി ചെയ്തതിന്റെ ഫലം ഒന്ന് മാത്രമാണ്. ഈ രാത്രികാലം എനിക്ക് നിങ്ങളുടെ സന്നിധിയിൽ അല്പസമയം നിൽക്കാൻ സാധ്യമായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഈ രാത്രികാലം ദൈവത്തിന് കൂടുതൽ അടുക്കാൻ ദൈവത്തെ നിലവിളിപ്പാനും ദൈവനെ ഇടയാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ആ വചനപ്രകാരം ജീവിപ്പാനും ദൈവനെ ഇടയാക്കി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന അവൻ ഇരിക്കുന്ന ഇടത്തിൽ പിന്നെയും അവൻ നമ്മളെ ചേർത്തുകൊള്ളും. ദൈവത്തിന് സ്തോത്രം. അവൻ എന്നെയായിരിക്കുന്നത് സ്തോത്രം ചെയ്യുന്ന അവൻ ഈ പ്രകാരം നമ്മൾ ജീവിച്ച് നല്ല ജീവിതത്തിലേക്ക് കടന്നു പോകുന്നെങ്കിൽ അവന്റെ ഇഷ്ടം പ്രസാദമായി നല്ല ജീവിതത്തിലേക്ക് കടന്നു പോകാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന ഇത്രയും സമയത്ത് ദൈവത്തിന്റെ അല്പസമയം ഇതുകൊണ്ട് ഞാൻ ബലപ്പെടുത്തിനായി സ്തോത്രം ചെയ്യുന്നു. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും എത്ര മനോഹരവും. ഹല്ലേലൂയ. ആമേൻ. സന്തോഷമുള്ളവരെന്ന് കരങ്ങളെ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. രാത്രികാലം ആമേൻ ഹല്ലേലൂയ. നല്ല മാറ്റമില്ലാത്ത വചനത്തിൽ നിന്നും ആമേൻ ഹല്ലേലൂയ അല്പസമയമേ കർത്താവ് സന്നിധിയിൽ നിന്ന് സംസാരിക്കാൻ കർത്താവ് അനുവദിച്ചുള്ളെങ്കിലും അത് ശക്തിയോടെ പറയുവാൻ ആമേൻ ഹല്ലേലൂയ നമുക്കൊക്കെ മനസ്സിലാവത്തക്കോണം ആമേൻ കർത്താവ് ആമേൻ ഇടപെട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. പിന്നെയും കർത്താവ് ബലപ്പെടുത്തട്ടെ. ആമേൻ ഇതിലും ആമേൻ അധികമായ നിലവാരത്തിൽ ആമേൻ അടുത്ത നാളുകളിൽ കർത്താവ് ആമേൻ ഹല്ലേലൂയ തന്നെ ബലപ്പെടുത്തുമെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ആമേൻ ഹല്ലേലൂയ. ആമേൻ തന്നെ ശക്തീകരിക്കട്ടെ. ഹല്ലേലൂയ. തുടർന്ന് നമ്മൾ ആമീൻ ദൈവത്തിന്റെ വചനം കേൾക്കാൻ പോവുകയാണ്. ഇന്ന് രാത്രികാലത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ആമീൻ കരിയപ്പുറയിൽ നിന്ന് കടന്നു വന്ന ആമീൻ ഹല്ലേലൂയ ബോവസ് പാസ്റ്റർ ഇന്ന് രാത്രികാലം നമ്മുടെ നടുവിലുണ്ട്. തുടർന്നുള്ളതായിരിക്കുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ആമീൻ ഹല്ലേലൂയ നമ്മളോട് ശുശ്രൂഷിക്കും. ആമീൻ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിന് കാരണമായി മാറണം. ആമീൻ വിടുതലിന് കാരണമായി മാറണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? പകരണം. ആമീൻ നമ്മൾ അതിൽ ഓരോ വചനങ്ങളും ആമീൻ ഹല്ലേലൂയ പുറപ്പെടുമ്പോൾ അത് ഏറ്റെടുക്കണം. അതിന് ഗ്ലോറി പറയണം. അതിന് സ്തോത്രം പറയണം. ആമീൻ ഹല്ലേലൂയ. അത് ഏറ്റെടുക്കാതിരുന്നാൽ നമുക്കത് പ്രയോജനപ്പെടത്തില്ല. ആമീൻ ഹല്ലേലൂയ. നമ്മൾ ഓരോ വചനങ്ങളും ആമീൻ ഹല്ലേലൂയ നമ്മളിലേക്ക് കൈമാറുമ്പോൾ അത് ഏറ്റെടുക്കുവാൻ നമ്മൾ തയ്യാറായിരിക്കണം. നമ്മൾ അതിന് മനസ്സ് വെക്കണം. ഹൃദയത്തെ അതിനായി പകരുക. ആമീൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. തുടർന്നുള്ള സമയങ്ങൾ ദൈവദാസനെ ഞാൻ മുൻപോട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരുടെ കരങ്ങളെ തട്ടി ഹല്ലേലൂയ. അനുഗ്രഹിക്കപ്പെട്ട രാത്രിയിൽ ഈ മീറ്റിംഗിൽ ഹാജരായിരിക്കുന്ന എല്ലാ മാതാപിതാക്കന്മാർക്കും സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും വിശേഷാൽ ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന ഞാൻ ഏറെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയ വിശുദ്ധൻ പ്രിയ ജോസ് പാസ്റ്ററുടെ കുടുംബം, എനിക്ക് പരിചയമുള്ള എന്നെ സ്നേഹിക്കുന്ന നിരവധി മക്കൾ ദേവദാസന്മാരും ഈ ആത്മീയ ശുശ്രൂഷയിൽ ഇവിടെയുണ്ട്. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ ജോൺസച്ചാന് അതുകൊണ്ട് തന്നെ ഞങ്ങളെ പരിശുദ്ധ ശുശ്രൂഷയിൽ ശക്തമായി സന്ദേശം അറിയിക്കുന്ന പ്രിയ ടേസസ് പാസ്റ്റർ, അതെ സിംസം പാസ്റ്റർ, മറ്റാരിയ ദേവദാസന്മാർ, അപ്രകാരം തന്നെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ നന്ദി അറിയിക്കുന്നു. എൻ്റെ സ്നേഹവും വന്ദനം അറിയിക്കുന്നു. ഉപരിയായിട്ട് എനിക്ക് മറക്കാൻ കഴിയാത്ത എൻ്റെ ആത്മീയ ശുശ്രൂഷയിലെ ഈ വചനമായിട്ട് രാത്രിയിൽ ഇവിടെ നിൽക്കുവാൻ കാരണക്കാരായിരിക്കുന്ന ഞാൻ ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവർ ഈ മീറ്റിംഗുണ്ട്. വിശേഷാൽ
ഞാൻ എൻ്റെ ബാല്യകാലത്ത് എൻ്റെ ഭവനത്തിലെ ആരാധനയിൽ എൻ്റെ സഭാപാസ്റ്ററായിരുന്ന പ്രിയ സുരാജ് പാസ്റ്റർ അവരുടെ കുടുംബം ഇവിടെ ആയിരിക്കും. വളരെ എനിക്ക് സന്തോഷമുണ്ട്. എൻ്റെ ആദ്യത്തെ ബൈബിൾ സ്കൂളിലെ പഠനത്തിൽ ആദ്യമായിട്ട് എന്നെ പ്രാർത്ഥിച്ച് പെട്ടിയൊക്കെ പിടിച്ച് എന്നെ ബൈബിൾ സ്കൂളിൽ കൊണ്ടുവിട്ട ഒരു അഭിഷിക്തനാണ് ഇന്ന് രാത്രി ഇവിടെ ആയിരിക്കുന്നത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനവധി നാളുകൾക്ക് മുൻപ് പ്രിയ അഭിഷിക്തനും സഭയുമായി ഞാൻ ഒരുമിച്ച് ആരാധിപ്പാൻ എൻ്റെ സഭയുടെ പാസ്റ്ററായി അനവധി വർഷങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാൻ പ്രിയ അഭിഷിക്തനെ കർത്താവ് സഹായിച്ചതിനായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. കർത്താവ് അവരെ അനുഗ്രഹിക്കട്ടെ. പ്രിയ അനിപ്പാസ്, മറ്റാരിക്കുന്ന ദേവദാസന്മാരെ, പ്രിയ അച്ചാനെ, എല്ലാവർക്കും വ്യക്തിയായി ശബ്ദം ശ്രമിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും യേശുക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിന്റെ സ്നേഹവന്ദനം ഒരു നിമിഷം കൂടെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് എനിക്ക് അറിയുവാൻ കർത്താവ് ഭാഗ്യം തന്നിട്ടുണ്ട്. പലപ്പോഴും കടന്നു വരണമെന്ന് ആഗ്രഹിച്ചുവെങ്കിലും ഈ ഒരു അവസരം ദൈവം നൽകപ്പെട്ടത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പ്രിയ അഭിഷിക്തന്റെ ഭവനത്തിൽ, യോസ്പാസ ഭവനത്തിൽ ഒരു മീറ്റിങ്ങിൽ പങ്കെടുപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. അതിന് കാരണക്കാരായിരിക്കുന്ന പ്രിയ അഭിഷിക്തന്മാരുണ്ട്. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. പിൻസുവാസൊക്കെ എല്ലാം ഇവിടെ ഉണ്ട്. വിശേഷാൽ ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഒത്തിരി കാര്യങ്ങൾ ചിന്തിക്കാനിടയായി. പ്രിയ കഴിഞ്ഞ ദിവസങ്ങളിൽ നീതിയിൽ ചേർക്കപ്പെട്ട പ്രിയ കുഞ്ഞോൻചാന്, വാത്സല്യ പ്രിയ മകൻ, ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. മറ്റ് ഭവനത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഒരിക്കലും മറക്കാൻ സാധ്യമല്ല. എൻ്റെ കുടുംബത്തിൽ അനവധി പ്രാർത്ഥന കടന്നു വന്നിട്ടുണ്ട്. കാണുമ്പോഴൊക്കെ ഒത്തിരി സ്നേഹങ്ങൾ പങ്കുവെപ്പാൻ ഞാൻ ഇതുവഴി കടന്നു വരുമ്പോൾ ഉടനെ കൈ കാണിച്ചിട്ട് എൻ്റെ വണ്ടിക്കകത്ത് കയറി എന്നോട് പറഞ്ഞാൽ, പാസേ എന്നെ ഇവിടെ നിന്ന് ഇറങ്ങണേ, ഇവിടെ നിങ്ങൾ തിരിയുമ്പോഴേ എന്നോട് പറയും, പാസേ നമുക്ക് രണ്ടും കൂടെ കാര്യം ചെയ്യാം, കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ ബീരിച്ചെടിയിൽ നിന്ന് കപ്പലിൻ്റെയൊക്കെ വാങ്ങിച്ച് കഴിച്ച് ഇവിടെ ഞാൻ ചാനൽ കൊണ്ടുപോകാറുണ്ട്. പല വട്ടങ്ങളിൽ, പല ആവർത്തനങ്ങൾ കഴിഞ്ഞ ആ ദിവസം കടന്നു വരുവാൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇന്ന് രാത്രി 2024 സമാപന മാസത്തിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. വളരെ ക്ഷേമത്തോടെ ഈ 4 ഭിത്തികളിൽ ഒതുങ്ങി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒതുങ്ങാത്തൊരു ദൈവസാന്നിധ്യം രാത്രിയിൽ ഇവിടെ വ്യാപരിക്കുന്നതിനായി സ്തുതിക്കുന്നു. ഈ കാലഘട്ടത്തിൽ ശക്തമായി ദൈവം ഉപയോഗിക്കുന്ന അനവധി ദൈവദാസന്മാർ ഈ ആത്മീയ ശുശ്രൂഷയുണ്ട്. പിതാക്കന്മാരുടെ വലിയ നിരകൾ ഇവിടെ ഉണ്ട്. അത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ദൈവം ഏവരെ അനുഗ്രഹിക്കട്ടെ, ആസ്വദിക്കട്ടെ. ഇന്ന് രാത്രിയിൽ മറ്റു ചിന്തകളൊന്നുമില്ലാതെ, മറ്റ് മുഖപരികളൊന്നുമില്ലാതെ തന്നെ ദൈവാത്മാവ് എനിക്ക് നൽകപ്പെട്ട ചില ആത്മീയ ദൂത് നിങ്ങളുമായി പങ്കുവെച്ച് പെട്ടെന്ന് എൻ്റെ വാക്കുകൾക്ക് വിരാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സുപരിതമായിരിക്കും. ലൂക്കോസ് സുവിശേഷം അതിൻ്റെ 2-ാം അധ്യായം 31-ാം വാക്യം നമുക്ക് വായിക്കാം. ലൂക്കോസ് 2:31. നീ സകല ജാതിയുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഒരു നിമിഷം നമ്മുടെ കണ്ണടയ്ക്കുന്നൊക്കെ പ്രാർത്ഥിക്കാം. കുശവൻ കുഴച്ചത മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിച്ചയം. കുശവൻ കുഴച്ചത മണ്ണാണു ഞാൻ, കുടമോ കൂജയോ തന്നിച്ചയം. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. വക്കുടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവൻ തൊട്ടതാ മണ്ണല്ലയോ. വൈകുമ്പോൾ വാടും വയൽ പോലും സോളമനേക്കാൾ സുന്ദരമാ സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോ വൈകല്യമൊന്നും സാരമില്ല, വല്ലായ്മകളും സാരമില്ല. ഈ 2024 ഈ ഡിസംബർ മാസത്തിൽ കടന്നു വരികയാണ്. സൃഷ്ടിച്ച ദൈവം കൂടെയുള്ളപ്പോൾ വൈകല്യമൊന്നും സാരമില്ല, വല്ലായ്മകളും സാരമില്ല. കുശവന്റെ കരം തൊട്ടിട്ടുണ്ടെങ്കിൽ ആ കരം പിൻവലിക്കണമെങ്കിൽ അവന്റെ പൂർത്തീകരണം കഴിയാതെ അവന്റെ കരം പിൻവലിക്കുന്ന കരമല്ല,
ഈ 2024 സമാപന നിമിഷങ്ങളിലും അക്കരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില കുടുംബത്തിന് വേണ്ടി അവന്റെ കരം ചലിക്കുന്നു, ചില വ്യക്തികൾക്ക് വേണ്ടി അവന്റെ കരം ചലിക്കുകയാണ്. രഹസ്യവും പരസ്യമായി പ്രാർത്ഥിക്കുന്ന അനവധി വിഷയങ്ങളുടെ നടുവിൽ ഇന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുന്ന ദൈവസ്ഥലം മുഴങ്ങാനം അടക്കിയ ദൈവജനത്തിനു വേണ്ടി അവന്റെ കരം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതികൂലങ്ങളുടെ പോരാട്ടമല്ല, അവന്റെ കരത്തിന്റെ വല്ലഭത്വം രാത്രി തിരിച്ചറിയുന്ന രാത്രിയാകട്ടെ. യേശുവിന്റെ സാന്നിധ്യത രാത്രി വ്യാപരിക്കുന്നു. വാക്കോടഞ്ഞാലും വളഞ്ഞൊടിഞ്ഞാലും വല്ലവന്റെ കരവരിക്കുന്ന കാലത്തോളം അവന്റെ കരം പിൻവലിക്കണമെങ്കിൽ ആ പണി പൂർത്തീകരിക്കാതെ അവന്റെ കരം പിൻവലിക്കുന്ന കരമല്ല. ഇന്ന് രാത്രിയിലും അവന്റെ കരം ചലിക്കുകയാണ്. പിശാച് അടച്ചു വെച്ചത് ഇന്ന് പകൽ തുറന്നു വിടുന്ന പകലായി തീരട്ടെ. ഇന്ന് രാത്രി പിശാച് കെട്ടിവെച്ചത് ഇന്ന് രാത്രി അഴിയുന്ന രാത്രിയായി തീരട്ടെ. പിശാച് ബന്ധിച്ചത് ഇന്ന് രാത്രി അഴിച്ചുവിടുന്ന രാത്രിയായി തീരട്ടെ. സന്തരാതി കുടുംബം മുന്നോട്ട് വരാൻ കഴിയാതെ, വാഴ്ചത്തേക്ക് വെളിപ്പെടാൻ കഴിയാതെ, ജീവിതം മുന്നോട്ട് വരാൻ കഴിയാതെ തടയപ്പെടുന്ന തടസ്സങ്ങളെ ഇന്ന് രാത്രി പരിശുദ്ധനാമം പേടിച്ചു വായിക്കുന്ന അർത്ഥവേദ പ്രൗഢമനാദി അർത്ഥവേദ പ്രൗഢമനാദി മണ്ണിലിരുന്ന് മുഴങ്ങാനമടക്കി പ്രാർത്ഥിക്കുമ്പോൾ മുന്നിലിരിക്കുന്നവർ ഇറങ്ങി വരുന്ന ദൈവമാണ്. ഇന്ന് രാത്രിയിലും കരയുന്ന നല്ല ജനത്തിന്റെ കണ്ണിലിരപ്പാൻ അവരിവിടെ വന്നിട്ടുണ്ട്. അവന്റെ സാന്നിധ്യം ഈ രാത്രി തിരിച്ചറിയുന്ന ദൈവജനത്തിനെ സ്വന്തം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ചില വിടുതലുകൾ വിടപ്പെടുന്ന രാത്രിയായി തീരട്ടെ. പിശാച് അടച്ചു വെച്ചത് ഇന്ന് രാത്രി തുടർന്നുള്ള രാത്രിയായി തീരട്ടെ. പിശാച് കെട്ടിവെച്ചത് ഇന്ന് രാത്രി അടിച്ചുവിടുന്ന രാത്രിയായി തീരട്ടെ. നിത്യത പാളയങ്ങൾ ഇന്ന് രാത്രി തകരുന്ന രാത്രിയായി തീരട്ടെ. എരിഹോവിന്റെ മലകൾ ഇന്ന് രാത്രി ഉടഞ്ഞു മാറുന്ന രാത്രിയായി തീരട്ടെ. പിശാച് അണകെട്ടി വെച്ചതുപോലെ കെട്ടിവെച്ച നിലനിന്ന് ഈ 2024 സമാപന മാസത്തിൽ ഇന്ന് രാത്രി ജനങ്ങളെ തുറന്നുവിടുന്ന രാത്രിയായി പരിശുദ്ധനായ ദൈവമേ സ്തുതിക്കുന്നു. നല്ല വിളക്കായി സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഒരുമിച്ച് നൽകിയ നല്ല നിമിഷത്തിനായി സ്തുതിക്കുന്നു. ഈ രാത്രി മുട്ടുമടക്കിയിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് ചുറ്റുമാടുമായിരിക്കുന്ന എല്ലാ ഭവനങ്ങൾക്കും ഈ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം വഹിച്ചു വിടുവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വ്യാപരിക്കുന്നതിനായി സ്തുതിക്കുന്നു. വെട്ടേണ്ടതിനെ വെട്ടുവാൻ, ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കുവാൻ, കത്തിക്കേണ്ടതിനെ കത്തിക്കുവാൻ അധികാരത്തിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി വെളിപ്പെടുന്ന എല്ലാ കൃപകൾക്കായി സ്തുതിക്കുന്നു. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർക്കം വെപ്പിച്ച് ാടിയാടി അരിമനാഥന്റെ സാന്നിധ്യം ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനെ സ്തുതിക്കുന്ന കർത്താവ് ഒരു വലിയ കൊള്ള കണ്ടി കിട്ടിയതുപോലെ സ്വർഗ്ഗം ഞങ്ങൾ എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തുതിക്കുന്നു. പ്രാർത്ഥനയിടുന്നതിനായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നമ്മുടെ കരമുയർത്തി കർത്താവ് സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പല വേദികളിൽ പോകുമ്പോൾ എനിക്ക് വ്യത്യാസമായി കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇങ്ങോട്ട് തിരുവനന്തപുരം ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ മുതൽ അങ്ങോട്ട് കോട്ടയം അല്ലെങ്കിൽ വടക്കോട്ട് പോകുന്ന സൈഡിൽ പ്രത്യേകത എന്ന് പറയുന്നത് തിരുവനന്തപുരം മുതൽ പാറശാലയ്ക്ക് അങ്ങോട്ട് പോകുന്ന റൂട്ടിലൊക്കെ വ്യത്യാസം എന്ന് പറയുന്നത് ഈ മക്കൾക്ക് വ്യത്യാസം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം കഴിഞ്ഞാൽ പോകുമ്പോൾ നമ്മൾ ഇടയ്ക്കൊരു സ്തോത്രം അറിയാതെന്ന് പറഞ്ഞാൽ ഒരു സ്തോത്രം കൊണ്ട് നിർത്തത്തില്ല, 3 സ്തോത്രം പറഞ്ഞ് നിർത്തും. ഇടയ്ക്ക് ഒരു ഹല്ലേലൂയ പറ എന്ന് പറയുമ്പോൾ ഒരു ഹല്ലേലൂയ നിർത്തത്തില്ല, 3 പറഞ്ഞേ നിർത്തും. നമ്മൾ ഒന്നേ പറഞ്ഞേ നിർത്തും. സ്തോത്രവും ഹല്ലേലൂയയും ഇവിടുത്തെ ഭാഷയല്ല, അത് സ്വർഗത്തിലെ ഭാഷ. ഇവിടെ പറഞ്ഞു പഠിച്ച അവിടെ ചെന്നങ്ങ് ആരാധിക്കും. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അകത്തുള്ളവർക്ക് ഇവിടെ കാണാൻ കഴിയുന്നു ഒരു മറ നീക്കി അല്ലേ, മറകളൊക്കെ ദൈവം മാറ്റി അല്ലേ, ഒരു വിശാലതയിലേക്ക് കർത്താവിനെ ഒന്ന് ആരാധിപ്പാൻ ഈ ദേശത്ത് ഒരു കൂട്ടം ദൈവമക്കൾ ഇവിടെ ഇരുന്ന് മുഴങ്ങാനും മടക്കി പ്രാർത്ഥിക്കുമ്പോൾ വലിയ വിടുതൽ ഈ ദേശത്ത് വെളിപ്പെടുത്താൻ നമ്മുടെ ദൈവശക്തനായ ദൈവമാണ്. ദേശത്ത് വ്യാപരിക്കുന്ന അന്ധകാരത്തിന്റെ വ്യാപാര ശക്തികളെ ഇന്ന് രാത്രിയിലും തച്ചുടയ്ക്കുവാൻ അഭിഷേക പുഷ്ടിയോടെ ഭക്തന്മാരെ സ്വർഗം എഴുന്നേൽപ്പിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു.
നമ്മൾ വായിച്ച വാക്യം നമുക്ക് ഏറെ സുപരിതമായിരിക്കുന്ന വചനമാണ്. ഈ വചനം അനവധി ദൈവദാസന്മാരെ കൂടി കേൾക്കുവാനും ചിന്തിക്കുവാനും പഠിപ്പാനായി ഗ്രഹിപ്പാനും മൈവറക്കാനൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ് ഇന്ന് രാത്രി ദൈവാത്മാവ് എനിക്ക് നൽകപ്പെട്ടത്. ചില ആത്മീയ ബോധ പങ്കുവെച്ച് പെട്ടെന്ന് വാക്കുകൾക്ക് വിരാം കൊടുക്കാൻ ആഗ്രഹിക്കുന്നു. ഒത്തിരി ചിന്തകൾ നമുക്ക് ആവശ്യമാണെങ്കിലും ഇന്ന് രാത്രി നമുക്ക് അല്പനിമിഷം വിവാചകം എന്നതുപോലെ ദൈവത്തിന്റെ വചനത്തിന്റെ കേൾവിക്കാൻ നിങ്ങളെ ഞാൻ ക്ഷണിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ കാലഘട്ടങ്ങളിൽ ഒത്തിരി മെസ്സേജുകൾ നമുക്ക് എന്താ വേണം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഒന്ന് ടച്ച് ചെയ്താൽ എന്തും നമുക്ക് കിട്ടും, അല്ലേ? വീട്ടിലിരുന്ന് നമ്മൾ പരിശോധനയൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുന്ന ഒരു പദമുണ്ട്, എന്താണ് വേണ്ടത് അത് നമ്മുടെ വീട്ടിൽ വരത്തക്കവണ്ണം സജ്ജീകരണങ്ങൾ അത്രമാത്രം കണ്ടുപിടുത്തത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. കാളവണ്ടി യുഗം ആരംഭിച്ചു, കമ്പ്യൂട്ടർ യുഗത്തിലെ കുറിച്ച് പറഞ്ഞു. എന്താ വേണ്ടത് വീട്ടിൽ കൊണ്ടുവരും, അല്ലേ? കറി ചോദിച്ച കോഴിക്കാരും കോഴി തലയും കൊണ്ടുവരും. ആ ഒരു കാലഘട്ടത്തിൽ വന്നിരിക്കുകയാണ്. രാത്രി തിരിച്ചറിയണം ഇത് പ്രീസ്. ഇതെല്ലാം ഒറ്റ കാര്യം വിളിച്ചു പറയുന്നു, കർത്താവിന്റെ വരവാസന്നമായിരിക്കുന്നു. അതുകൊണ്ട് ബുദ്ധിയുള്ള ആരാധനയായി ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ ദൈവം നമുക്കൊരിക്കൽ നല്ല അവസരങ്ങൾക്കായി ശ്രമിക്കുന്നു. എന്റെ വീടിന്റെ അടുത്ത് ഏനാത്ത്, ഞാൻ എന്റെ സ്വന്തം സ്ഥലം ജനിച്ച സ്ഥലം ഏനാത്ത്. അപ്പൊ അവിടെ ഒരു വീട്ടില് എന്റെ വർഷങ്ങൾക്ക് മുൻപ് ഒരു സംഭവം അവിടെ നടന്നു. അതിങ്ങനെയാണ്, ഒരു വീട്ടിൽ നിന്ന് ഒരു മകൻ, അദ്ദേഹം പഠിച്ച് നല്ല പഠനമൊക്കെ നേടി CBIയുടെ ജോലിക്ക് വേണ്ടി അദ്ദേഹം കടന്നുപോയി. അനവധി നാൾ കഴിഞ്ഞപ്പോൾ അദ്ദേഹം തന്റെ വീട്ടിലേക്ക് വിളിച്ചു ചോദിച്ചു, അമ്മ വീട്ടിലായിരുന്നു വന്നോ? അന്നത്തെ കാലം എന്ന് പറയുന്നത് പുറത്തുള്ള ആർക്കും ബലക്കാര്യമായിട്ടൊക്കെ ചെല്ലാൻ പറ്റുകയില്ല. മതിലെ കെട്ടിയിരിക്കുന്ന വീടാണ്. അദ്ദേഹം ആ മാതാവ് ഇങ്ങനെ പറഞ്ഞു, മോനെ ആരും വന്നില്ല. വീണ്ടും ചോദിച്ചു, ആരെങ്കിലും വന്നോ? വീണ്ടും അമ്മച്ചി പറഞ്ഞു, ആരും വന്നില്ല മോനെ. വീണ്ടും ഞാൻ പറഞ്ഞു, വന്നിട്ടുണ്ടല്ലോ. അമ്മച്ചി ഒന്ന് ഓർക്ക്. ഉടനെ അദ്ദേഹം അമ്മച്ചി പറഞ്ഞു, മോനെ ഒരു വ്യക്തി വന്നു. ആരാ വന്നത്? നിനത്തിരിക്ക് ആരും വന്നതല്ല, ഒരു പിച്ചക്കാരൻ വന്നിരുന്നു. അദ്ദേഹം വന്നിട്ട് നമ്മുടെ ഗേറ്റിൽ കൊട്ടി. ഞാൻ തുറന്നു കൊടുത്തു. അദ്ദേഹം അകത്ത് വന്നു. എന്നോട് ചോദിച്ചു, അല്പം ആഹാരം വേണം. അദ്ദേഹത്തിന് മുറ്റത്തിരുത്തി ഒരു ഇല വെട്ടി അവിടെ എന്ത് ചെയ്തു, ചോറ് കൊടുത്തു, തിന്നയിലിരുത്തി. എന്നിട്ട് അദ്ദേഹം പോയപ്പോൾ പറഞ്ഞു, അമ്മച്ചി വണ്ടിക്കൂലി വരണേ. ഒരു 50 പൈസ തൊട്ടുപിടുത്ത് കൊടുത്തു. അദ്ദേഹം മടങ്ങിപ്പോയി. ഒരു ദിവസം അദ്ദേഹം തന്റെ ജോലിയുടെ സമാപന നിമിഷങ്ങളിലേക്ക് അദ്ദേഹം തന്റെ കോട്ടൊക്കെ ഇട്ട് തന്റെ യഥാർത്ഥ വേഷത്തിൽ തന്റെ വീട്ടിൽ വന്നിട്ട് ബലാക്കാരുമായി വണ്ടിക്ക് ഇറങ്ങിയിട്ട് ചോദിച്ചു, അമ്മ ഇവിടെ ആരാ വന്നു? അമ്മ പറഞ്ഞു, മോനെ ഒരു പിച്ചക്കാരൻ പറഞ്ഞു. എന്ത് ചെയ്തു നിങ്ങൾ? ഉടനെ പറഞ്ഞു, ഞാൻ ചോറ് കൊടുത്തു, 50 പൈസയും അദ്ദേഹത്തിന് കൊടുത്തു. അമ്മച്ചി, അന്ന് വന്ന പിച്ചക്കാരൻ ഞാനായിരുന്നു. ഉടനെ അമ്മച്ചി പൊട്ടിക്കരഞ്ഞ് അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ സ്വന്തം കുഞ്ഞിനെ പോലും എനിക്ക് തിരിച്ചറിയാൻ കഴിയില്ല. പുള്ളി പറഞ്ഞു, എന്റെ ജോലിയുടെ ആദ്യത്തെ അരങ്ങേറ്റമായിരുന്നു. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന മക്കൾ സാധാരണപ്പെട്ടവരല്ല ഇവിടെ ഇരിക്കുന്നത്. ഒരുപക്ഷെ വേഷത്തിൽ നിനക്ക് പിച്ചക്കാരനായി തോന്നും, സൗന്ദര്യമില്ലെന്ന് തോന്നും, ഒരുപക്ഷെ ആള് നിനക്ക് മതിപ്പല്ലെന്ന് തോന്നും. പക്ഷെ വന്നു നിൽക്കുന്നവൻ ആരാണെന്നുള്ളത് തിരിച്ചറിയണമെങ്കിൽ ഇന്ന് രാത്രി അവന്റെ പദവി നീ തിരിച്ചറിയണം. ഇന്ന് രാത്രി ചിലതിന് പിടിക്കുവാനും ചിലതിന് വില കൊടുക്കാനും അധികാരമുള്ളവരാ ഇവിടെ ഇരിക്കുന്നവർ. മറന്നു കളയരുത്. ഒരുപക്ഷെ സൗന്ദര്യം കാണത്തില്ല, ഒരുപക്ഷെ ആള് കാണത്തില്ല. ഇന്ന് രാത്രിക്കാലം നിന്നെ പകരുന്ന ദൈവശക്തി ഉണ്ടല്ലോ. ലോകത്തെ കീഴ്മേൽ മരിക്കുന്ന ഒരു ദൈവശക്തിയ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. അവർക്ക് സ്തോത്രം ചെയ്യുകയാണ്. ഇവിടെ അനവധി പാട്ടിലൂടെ പാടി. മണ്ണപ്രതി മാണിക്യം എന്ന് പറഞ്ഞ പാട്ടിലൂടെ പാടി. നമ്മളെല്ലാം പാടി കൈയടിക്കാറുണ്ട്, ആത്മാവിൽ ആരാധിക്കാറുണ്ട്. ഇത് പാടുള്ള കാരണം ചോദിച്ചാൽ, ഒരിക്കൽ അതിന്റെ തർക്കം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്റെ അതിരുമായി തർക്കം ഇവിടെ ഉണ്ടാകിയ കയ്യേറ്റമായി അവസാനം വാക്കേറ്റവും കൈവേറ്റവും ഒക്കെ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കിനി പരിഹാരം പോറ്റേഷനാണ്. അങ്ങനെ കോടതിയിലേക്ക് ജയിലിലേക്ക് പോകുമ്പോൾ പെറ്റീഷനുമായി പോകുവാനായിട്ട് തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വിളിച്ചു പറഞ്ഞു, ഫൈറ്റിനോട് പറഞ്ഞു, നീ റൂമിനകത്തിരുന്ന് പ്രാർത്ഥിക്കും. ആ നിമിഷം ദൈവം കൊടുത്ത വരികളാണ്, മണ്ണെ പ്രതി മാണിക്യം ഇടുകയില്ല.
ഇന്ന് രാത്രിയിൽ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരത്തോടും ഈ ലോകത്തിലെ അന്ധകാര വ്യാപാരങ്ങളോടുള്ള പോരാട്ടം. ഇന്ന് രാത്രി അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ദൈവത്തെ ഒന്ന് ആരാധിപ്പാൻ. ഇവിടെ വായിച്ച വാക്ക് ഇങ്ങനെയാണ് വായിച്ചത്: നീ സകല ജാതിയുടെ മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടു. ഇന്ന് ക്രിസ്മസിന്റെ കാലഘട്ടമാണ്. ഞാൻ അതുകൊണ്ടാണ് പല പ്രാർത്ഥനകളിൽ നമ്മൾ ഈ വചനങ്ങൾ കേട്ടവരാണ്. പക്ഷെ ഇന്ന് രാത്രി ഈ വചന സന്ദേശം എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വലിയ ഭാഗ്യം ദൈവം തന്നു ചോദിച്ചാൽ ഈ 2024 പ്രാരംഭം കണ്ടവർക്ക് അവസാനം കാണാതിരിക്കുമ്പോൾ ഇന്ന് രാത്രി സന്തോഷത്തോട് സമാധാനത്തോട് ദൈവത്തെ ആരാധിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ട് വാ തുറന്നിട്ട് കരങ്ങളടിച്ച ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ ഭാഗ്യം ലഭിച്ച ദൈവജനത്തിനെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ പറയുന്ന സ്ഥാനത്ത് ഹല്ലേലൂയ പറയാതെ അയ്യോ എന്ന് പറയുന്നതിനേക്കാൾ ഉപരി നല്ല സമയത്ത് ഹല്ലേലൂയ പറഞ്ഞ ദൈവത്തിന് മഹത്വം കൊടുത്തോ. ഈ നല്ല സമയത്ത് എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. കാരണം സുരപ്പാസന അറിയാം, എന്റെ ജീവിതത്തിലെ അനവധി ജീവിത വഴിധാരകളിൽ എല്ലാം പരാജയപ്പെട്ട നിമിഷങ്ങളിൽ ഒറ്റ സ്ഥലമാകുന്ന കാൽവരിയിലേക്ക്, ആ കുലക്കളത്തിലേക്ക് ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ട് സൈന്യങ്ങളുടെ ഹോവേ തിരുനിവാസം അത്ര മനോഹരമെന്ന് ഹോരകപുത്രന്മാർ പാടിയതുപോലെ ഇന്ന് രാത്രി അനുഭവത്തോട് ആ ദൈവത്തെ രുചിച്ചറിഞ്ഞതുകൊണ്ട് ഇന്ന് രാത്രി സന്ദേശത്തിന്റെ വാഴ്ത്താക്കളായിട്ട് ഞങ്ങൾ ഇവിടെ ഹോര പ്രസംഗിക്കുന്നത്. അതുകൊണ്ട് എവിടെ നിന്നാലും ഞങ്ങൾക്ക് ലജ്ജയില്ല. കാരണം തെരുവുകളൊക്കെ ഞങ്ങൾ ശക്തമായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഒരു കാര്യം പറയാം, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ എന്ന് പറയുന്നത് ഭാഗ്യം ലഭിച്ചവരാണ്. നക്ഷത്രം കണ്ടവരുണ്ട്, അവർ അത്യന്തം ഹിന്ദുക്കളുടെ വീട്ടിൽ, ക്രിസ്ത്യാനിയുടെ വീട്ടിൽ, മുസൽമാന്റെ വീട്ടിലും എല്ലായിടത്തും ഉണ്ട് നക്ഷത്രം ഇല്ലേ? ഞാൻ ഒരിക്കലും ഒരു വീട്ടിൽ ചെന്നു. മീറ്റിംഗ് 3 ദിവസം ഫാസ്റ്റിംഗ്. അവസാന ദിവസം എന്നെ ഫാസ്റ്റിംഗ് വിളിച്ചിരിക്കും. മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ട് ഞാനും ആ വീട്ടിൽ അച്ഛനും കൂടെ സിറ്റ് ഔട്ട് വന്നിരിക്കും. അപ്പോൾ ഞാൻ സൈഡിൽ തന്നെ ഒരു പ്രിക്കൂട്. അപ്പൊ ഞാൻ ചോദിച്ചാ വലിയ സഭക്കാരാ പറഞ്ഞു, വലിയ സഭയുടെ പേരാ പറഞ്ഞു. ഞാൻ പറഞ്ഞു അവര് പുൽക്കൂടൊക്കെ വയ്ക്കും. ഞാനല്ല വാസ കാരണക്കാരൻ, എന്റെ മോനാണ്. അവൻ കടമനാട് പോയിട്ട് പുല്ലും പിന്നെ പശുവും ആടും ഒരു സെറ്റ് സാധനം കൊണ്ടാ വന്നേ. ഇവിടെ വന്നപ്പോൾ പ്രധാനപ്പെട്ട പള്ളിയില്ല. ഉടനെ ഓൻ പറഞ്ഞു, പപ്പ ഞാൻ കടമനാട് പോയിട്ട് വായിച്ചോണ്ട് വരട്ടെ. പപ്പ പറഞ്ഞു, ഞാൻ പ്ലീസ്. പപ്പ പറഞ്ഞു, എടാ മോനെ പോകണ്ട, യേശു കുഞ്ഞിന് വേണ്ടി നീ അവിടെ പോയി എന്ത് ചെയ്യണ്ട, വഴക്കുണ്ടാക്കണ്ട. അതിന് പകരം നീ ഒരു മാലാക പിടിച്ച് എന്ത് ചെയ്യണം, അവിടെ കിടത്തിയിട്ട് വെള്ളത്തുണി ഇട്ട് അവിടെ ഇരുത്തിയാൽ മതി എന്ന് പറഞ്ഞു. കിടത്തിയാ 6 മണി കഴിഞ്ഞു. കുഞ്ഞുങ്ങളൊക്കെ അടുത്തുള്ള കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വന്നു. അവരൊക്കെ വന്നപ്പോൾ നല്ല കളർ ലൈറ്റ് ഉണ്ട്, ഇവിടെ പശുവുണ്ട്, ആടുണ്ട്, എല്ലാം ഉണ്ട്. ഒരു കുഞ്ഞ് അങ്ങോട്ട് നോക്കിയപ്പോൾ ഒരു കുഞ്ഞിന് മനസ്സിലായി ഇതിന്റെ ഉള്ളി നടുക്ക് കിടക്കുന്ന പുള്ളി യഥാർത്ഥ പുള്ളിയല്ല. ആ കുഞ്ഞു ചോദിച്ചു, ആരനകത്ത് അത് ചത്ത് കിടക്കണം. കാരണം പുതിയ തുണിയൊക്കെ ഇട്ട്, വെള്ളത്തുണിയൊക്കെ ഇട്ട് പുതച്ചു വെച്ചിരിക്കും. അപ്പൊ കുഞ്ഞിന് മനസ്സിലായി ഇത് കിടക്കുന്ന യേശു കുഞ്ഞല്ല, അതിന് പകരം കൊണ്ട് ഇരുത്തിക്കുക. രാത്രി യേശു ഇരിക്കേണ്ട സ്ഥലത്ത് യേശു ഇരിക്കാതെ മാലാക പിടിച്ചു ഇരുത്തിയാലും ആരൊക്കെ പിടിച്ചിരുത്തിയാലും യേശു ആകത്തില്ല. യേശു ഇരിക്കുന്നിടത്ത് യേശു ഇരിക്കണം. ഒരിക്കൽ ശിമയോനോട് ദൈവത്തിന്റെ ആ പ്രേസയുടെ വാഴ്ത്തത്വം പറഞ്ഞു. എന്താണ് വാഴ്ത്തത്വം? ലോകരക്ഷിതാവിനെ കണ്ടല്ലാതെ നിന്റെ കണ്ണടയത്തില്ല. ഈ വാഴ്ത്തത്വം കേട്ടിട്ട് അനവധി നാളുകളായി, ദിവസങ്ങൾ കഴിഞ്ഞു, മാസങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു. ഇങ്ങനെ ഓർത്തിരിക്കുകയാണ്. വാഴ്ത്തത്വം മുട്ടിയെടുക്കാതെ മുറുകെ പിടിച്ചുകൊണ്ട് ശിംശോൻ വീട്ടിലിരിക്കുമ്പോൾ ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഇരിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നെ തട്ടി എഴുന്നേൽപ്പിച്ചു. തലമുടി നരച്ചു, കണ്ണിന്റെ കാഴ്ച മങ്ങി, ശരീരം ക്ഷയിച്ചു. എന്നാൽ ക്ഷയിക്കുന്നില്ല, നരയ്ക്കുന്നില്ല. പിന്നെന്ത് ചെയ്തു? മങ്ങാത്ത ഒരു വാഴ്ത്തത്വമായി ശിമയോൻ വീട്ടിലിരിക്കുമ്പോൾ ദൈവത്തിന്റെ നിയോഗം തട്ടി എഴുന്നേൽപ്പിച്ചിട്ട് പറഞ്ഞു, എന്ത് പറഞ്ഞു? നീ ആലയത്തിലേക്ക് പോകണം. ഇന്ന് രാത്രി മുഴങ്കാലം അടക്കി പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം വിളിച്ചു പറയാം. ഇവിടെ തലമുടി നരച്ചവരാണ്, കണ്ണിന്റെ കാഴ്ച മങ്ങിയിരിക്കാം, ശരീരം ക്ഷയിച്ചിരിക്കാം. ദൈവം പറഞ്ഞ വാഴ്ത്തത്വം ക്ഷയിക്കുന്നതല്ല, നരയ്ക്കുന്നതല്ല, മങ്ങുന്നതല്ല. ഇന്ന് രാത്രിയിലും മങ്ങാതെ വന്ന രാത്രിയിൽ മുഴങ്കാലം അടക്കിക്കൊണ്ട് ദൈവത്തെ ആരാധിപ്പാൻ ഭാഗ്യം ലഭിച്ച ദൈവദിനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. ദൈവം പറഞ്ഞൊരു വാഗ്ദത്തമുണ്ടോ? അത് നിവൃത്തി പദത്തിലേക്ക് എത്താതെ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല.
വ്യസനമില്ലാത്തവരല്ല ഇവിടെ ഇരിക്കുന്നത്, കടഭാരമില്ലാത്തവരല്ല ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് രാത്രി അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ഇന്ന് രാത്രി വിജയത്തോടെ ദൈവത്തെ ആരാധിപ്പാൻ, വിജയം പ്രാപിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിപ്പാൻ ദൈവം നമുക്കൊരിക്കൽ ഭാഗ്യത്തിനായി സ്തുതിക്കുകയാണ്. ശിമയോൻ ആലയത്തിൽ വന്നപ്പോൾ യേശു കുഞ്ഞുവിനെ കൊണ്ടുവരികയാണ്. യേശുവിനെ എടുത്ത് കരങ്ങളിലേക്ക് എടുത്തിട്ട് ശിമയോൻ പറഞ്ഞ പദമുണ്ട്, നീ സകല ജാതിയുടെയും മുൻപിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷ എന്റെ കണ്ടുവല്ലോ. ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറഞ്ഞ് യേശുവിനെ കണ്ടത്. രണ്ടു നില വീട് വെച്ചില്ലെങ്കിലും കോട്ടാസ കാറില്ലെങ്കിലും ഇന്ന് രാത്രി യേശുവിനെ നീ കണ്ടാൽ, നീ അവനെ അറിഞ്ഞാൽ അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയേണ്ടതായ ഇന്ന് രാത്രിയിൽ ആ ദൈവം വാട്ടത്തം പ്രാപിച്ച ദൈവമക്കൾ എന്ന രാത്രി വിധിക്കും ഒരു കാര്യം വിളിച്ചു പറയാം. ശിമയോന്റെ ജീവിതത്തിൽ 3 ഗുണങ്ങൾ ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൽ എത്ര ഗുണങ്ങളുണ്ട്? എഴുതിയാലും തീരാത്ത ഗുണങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ. പക്ഷെ ശിമയോന്റെ ജീവിതത്തിൽ 3 ഗുണങ്ങൾ. 1, അവൻ നീതിമാനായിരുന്നു. 2, ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നവൻ. 3, പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. 1, അവൻ നീതിമാൻ. ഒരു കാര്യം പറയാം, നീതിക്ക് വേണ്ടി നിന്നാൽ, സത്യത്തിന് വേണ്ടി നിന്നാൽ നമ്മുടെ കൂടെ ആരും കാണത്തില്ല, കൈയടിക്കാൻ ആരും കാണത്തില്ല, സ്വത്രം പറയാൻ ആരും കാണത്തില്ല. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, നീതിക്ക് വേണ്ടി നിന്ന 10ാം തലമുറക്കാരായിരിക്കുന്ന നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ ലഭിച്ചവന് വേണ്ടി ദൈവം ഒരു രക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം ദൈവം തീർത്തു കൊടുത്തു. ഇന്ന് രാത്രി ആരാധന വെറുതെയല്ല, കൃപ ലഭിച്ച നിനക്ക് വേണ്ടി അനവധി തലമുറകൾ വഴിവിട്ടു പോകുമ്പോൾ ഇന്ന് രാത്രി പെട്ടകത്തിൽ ഇരുന്നുകൊണ്ട് ദൈവ സാന്നിധ്യം ആരംഭിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ദൈവങ്ങളെ ഇന്ന് രാത്രി പെട്ടകത്തിൽ വന്നത് നിന്റെ ജീവിതത്തിൽ രക്ഷയ്ക്ക് കാരണമാ. നീതിമാനായിരിക്കുന്ന നോഹയ്ക്ക് കൃപ ലഭിച്ചപ്പോൾ ദൈവം പറഞ്ഞു, എനിക്ക് നിന്റെ കുടുംബത്തെ രക്ഷിക്കണം, അതുകൊണ്ട് നീ ജീവരക്ഷയ്ക്ക് വേണ്ടി ഒരു പെട്ടകം തീർക്കണം. നോഹയുടെ കുടുംബം പെട്ടകത്തിൽ കടക്കപ്പെട്ടു. 8 പേര്. നമുക്കറിയാം, പെട്ടകത്തിന്റെ വാതിൽ സ്വർഗം അടച്ചു. ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി തുറക്കപ്പെട്ട വാതിലുണ്ടല്ലോ, ദൈവസഭ എന്ന വാതിൽ അടയ്ക്കുന്നതിന് മുൻപ് നീ നിന്റെ അകത്ത് വന്നാൽ നിനക്ക് രക്ഷയാണ്. പുറത്ത് ന്യായവിധി, ആകാശത്തിന്റെ കിളിവാതിലും ഭൂമിയുടെ ഉറവുകളൊക്കെ ന്യായവിധിക്ക് വേണ്ടി തുറക്കുമ്പോൾ പെട്ടകത്തിന്റെ അകത്തിരുന്ന ദൈവ സാന്നിധ്യമുണ്ട്, പുറത്ത് ന്യായവിധിയ. ഒരു കാലത്ത് ഞാനും ചിന്തിച്ചതൊക്കെ മായ പരിപാടികളാണ്, കൺകെട്ടാണ്, ഇതൊക്കെ വെറുതെയാണ്. അറിയാം, എന്റെ ജീവിതത്തിൽ എന്റെ വീട്ടിൽ ഇതുപോലെ പ്രാർത്ഥനയുള്ള വീടാണ്. 14 വീട്ടുകാരെ ആരാധിക്കുന്ന വീടാണ്. ആ വീട്ടിനകത്ത് മൊത്തം റൂൾസിനും ചെച്ചിരി മാത്രം. പിന്നെ ആരുടെ പേരാണ് വിശ്വാസന്മാരൊക്കെ വന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട്, ആരോടാ ഭൂസരിക്കാരൻ, ആരുടെ പ്രൈസലോ എന്ന് ചോദിക്കാറപ്പോ അതുകൊണ്ട്. പക്ഷെ ഒരു കാര്യം പറയാം, ദൈവം പിടിക്കേണ്ട അടുത്ത് പിടിച്ചു കഴിഞ്ഞപ്പോ പ്രൈസലോ നമ്മൾ ഒന്നുമില്ലെന്ന് തിരിച്ചറിഞ്ഞു. ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ അങ്ങോട്ട് പിടിച്ച് കാര്യം സാധിച്ചിട്ട് പോകുന്നതിനേക്കാൾ വഴി നമ്മൾ പോകുമല്ലോ. പ്രാർത്ഥന കഴിഞ്ഞിട്ട് കാര്യം സാധിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ പലയിടത്തും രക്ഷപ്പെട്ടു പോകുമ്പോൾ അവൻ പിടിച്ചാൽ പിന്നെ നിനക്ക് ഓടാൻ പറ്റത്തില്ല. അവ പിടിക്കേണ്ട അടുത്ത് പിടിക്കും. അവ സൗന്ദര്യത്തെ പിടിക്കും. ഒറ്റ ഞൊടല് മതി നിന്റെ സൗന്ദര്യം പോകും. ഒറ്റ ഞൊടല് മതി നിന്റെ ആരോഗ്യം പോകും. ഒറ്റ ഞൊടല് മതി നിന്റെ പണം പോകും. ഒറ്റ ഞൊടല് മതി നിന്നെ ഒറ്റപ്പെടുത്താൻ. ഇന്ന് രാത്രിയിൽ ദൈവം തന്നെ ആയുസിനെ ഇന്ന് രാത്രി നീ വെറുതെ കാണരുത്. അവ പിടിച്ചാൽ ഈ പ്രാർത്ഥന ഇവിടെ വെച്ച് വിടുവിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. രക്ഷയാകുന്ന ദൈവസാവിയാകുന്ന പെട്ടകത്തിൽ നീ കടന്നാൽ നീ രക്ഷപ്പെടും. പുറത്തു നിന്നാൽ ന്യായവിധി. ആകാശത്തിന്റെ കിളിവാതിന്റെ ഭൂമിയുടെ ഉറവകൾ ന്യായവിധികൾ തുറന്നപ്പോൾ പെട്ടകം വെള്ളത്തിൽ ഒഴുകപ്പെട്ടു. പെട്ടകം ഒഴുകപ്പെട്ടത് ദൈവം ആരാരത്ത് പർവ്വത ദൈവം ഉറപ്പിച്ചു. ഇന്ന് രാത്രിയിൽ എവിടെ ഉറയ്ക്കണമെന്നറിയാതെ, എവിടെ നിൽക്കണമെന്നറിയാതെ ഭാരപ്പെടുന്ന വ്യക്തികളെ വിളിച്ചു പറയുന്നു, നിന്റെ ജീവിതത്തിലേക്ക് അടിക്കപ്പെട്ട കാറ്റുണ്ടല്ലോ, ആ കിഴക്കൻ കാറ്റ് പ്രതികൂലമെന്ന് നീ ചിന്തിക്കാം. പക്ഷെ പ്രതികൂലത്തിന്റെ കാറ്റായി ചിന്തിച്ചാലും നിന്നെ അനുകൂലമാക്കുവാൻ, നിനക്ക് വേണ്ടി ഒരു ആരാരത്തിൽ നിന്നെ ഉറപ്പിക്കുവാൻ, നിന്റെ കുടുംബത്തെ ഉറപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തെ ഉറപ്പിക്കുവാൻ ഇന്ന് രാത്രി അവൻ ആഗ്രഹിക്കുകയാണ്. ഈ പ്രതികൂലങ്ങൾ വെറുതെയല്ല. ഈ പിടിച്ചു കുലുക്കുന്ന അവസ്ഥകൾ വെറുതെയല്ല. ഈ ചഞ്ചലിപ്പിക്കുന്ന അവസ്ഥകൾ വെറുതെയല്ല. നിന്നെ ഉറപ്പിക്കുന്നിടത്ത് ഉറപ്പിക്കുവാൻ, നിർത്തേണ്ടടുത്ത് നിർത്തുവാൻ, നിന്നെ നാണിപ്പാൻ അവൻ ശക്തനായ വീണ്ടും ഇസ്രായേലിന്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നു. ആരുടെ ആശ്വാസം? ശിമയോന്റെ ആശ്വാസമല്ല, ഇസ്രായേലിന്റെ ആശ്വാസം. ഇന്ന് രാത്രി നമ്മുടെ ഈ പ്രാർത്ഥന നമ്മുടെ മാത്രം വിടുതലല്ല, മറ്റുള്ളവരുടെ വിടുതലാണ്. നമുക്കറിയാം, കാരാഗ്രഹത്തിൽ ഭക്തന്മാരെ ചങ്ങലയിട്ട് ആമത്തി കിടക്കുമ്പോൾ
പ്രൈസ് ദി ലോർഡ്. അവരെ പാടി ആരാധിച്ചു. അവിടെ മാത്രം ചങ്ങലടിഞ്ഞതല്ല, അകത്തുള്ളതിന്റെ എല്ലാം ചങ്ങലയടിഞ്ഞു. ഇന്ന് രാത്രി മുഴങ്കാലം മടക്കി ഇവിടെ പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ കൈയടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, സ്തോത്രം പറയുമ്പോൾ, നമ്മുടെ മാത്രമല്ല ഈ ലോകത്തിലെ ചില ബന്ധനങ്ങളെ അടിപ്പാൻ ആമത്തിൽ കിടക്കുന്നതിനെ പിശാച് കെട്ടിവെച്ചതിന് അഴിച്ചുവിടാൻ ഈ പ്രാർത്ഥനയ്ക്ക് കഴിയും. നമ്മുടെ മാത്രം വിടുതലല്ല, ഇന്ന് രാത്രിയിലും ആ വിടുതൽ വെളിപ്പെടുന്നതായി സ്തുതിക്കുകയാണ്. വീണ്ടും നമ്മൾ വായിച്ചത് ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവും അവന്റെ മേലുണ്ടായിരുന്നു. ഇവിടെ എന്തൊക്കെ നേടിയാലും ശരി, ആത്മാവില്ലെങ്കിൽ നമുക്കെല്ലാം പരാജയം അല്ലേ? പരിശുദ്ധ യേശു വിളിച്ചു പറഞ്ഞു ഒറ്റ കാര്യമേ ഉള്ളൂ, ഞാൻ പോയിട്ട് കാര്യസ്ഥനായിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നത്, വാഴ്ചത്തിന് വേണ്ടി പിതാവിനോട് കേട്ട് വാഴ്ചത്തിന് വേണ്ടി എന്ത് ചെയ്യണം? കാത്തിരിക്കണം എന്നുവരെ. വാഴ്ചത്തിന് വേണ്ടി കാത്തിരിക്കണം എന്നുവരെ, പ്രാപിക്കുന്നത് വരെ. അവര് വാഴ്ചത്തിന് വേണ്ടി കാത്തിരുന്നു. 50-ാമത്തെ ദിവസം പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ എല്ലാവരും മുഴങ്കാലം മടക്കി ദൈവത്തെ ആരാധിക്കുമ്പോൾ, ഉത്സവത്തിന് വന്നവരൊക്കെ ഉത്സവം കണ്ട് മടങ്ങി ആചാരമായി അവർ ഭവനത്തിൽ പോയപ്പോൾ വേറിട്ടിരുന്ന് മുട്ടുമടക്കിയ കാത്തിരുന്ന ദൈവത്തിന്റെ വാഴ്ചത്തിന് വേണ്ടി കാത്തിരുന്ന് 120 പേരുടെ മേൽ ആത്മാവ് ഇറങ്ങി. പ്രൈസ് ദി ലോർഡ്. ആത്മാവ് പ്രൈസ് വ്യാപരിച്ചപ്പോൾ അവർ അന്യഭാഷയിൽ ആരാധിക്കുവാനിടയായി. അന്യഭാഷ നിന്നു പോയിട്ടില്ല, അതിന്റെ ചലനം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട്. ഇന്ന് രാത്രി കൃപ ലഭിച്ച, ശക്തി പ്രാപിച്ച ദൈവജനത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. മർക്കോസിന്റെ മാളിക മുറയിൽ തുറന്നുവിട്ട ആത്മാവിന്റെ ഒഴുക്കുണ്ടല്ലോ. ഇന്ന് രാത്രി 2024 ഈ ഡിസംബർ മാസത്തിലും അതിവിടെ വ്യാപരിക്കുകയാണ്. വിശ്വസിക്കുന്നതിന്റെ ഉള്ളിൽ വ്യാപരിക്കുന്ന ജീവജലത്തിന്റെ നദി ഇന്ന് രാത്രി ശക്തരാണ്. ഈ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് പറയാതിരിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഈ ഭൗതികമാകുന്ന ജോലിയൊക്കെ ഉപേക്ഷിച്ചിട്ട് പ്രൈസ് ദി ലോർഡ് ദൈവത്തിന് വേണ്ടി പൂർണ്ണമായിട്ട് ഇറങ്ങി തിരിച്ചു കുടുംബജീവിതമൊക്കെ ആയിപ്പോയി. എന്നിട്ട് എന്റെ വൈഫ് എന്നോട് പറഞ്ഞു, അച്ഛാ 21 ദിവസം ഫാസ്റ്റിംഗ് ഇരിക്കണം. അങ്ങനെ ഞാൻ 21 ദിവസം ഫാസ്റ്റിംഗ് അഭിഷേകം പ്രാപിക്കാൻ വേണ്ടി മാത്രം. അന്നൊക്കെ പോകുമ്പോൾ പല പാസ്റ്റർമാരോട് ചോദിക്കുന്ന ഒരു പദമുണ്ട്, പ്രൈസ് വചനം വെച്ചെന്നൊക്കെ കാര്യം പറയുക. അതിനെല്ലാം മറുപടി ഞാൻ തിരിച്ചു കൊടുക്കും. കാരണം പ്രൈസ് അന്ന് നമ്മൾ പാസ്റ്റല്ല, വിശ്വാസിയായിട്ട് പോവും. അങ്ങനെ പോകുന്ന സന്ദർഭത്തിൽ ഞാൻ 21 ഫാസ്റ്റിങ്ങിന് വേണ്ടി ഇരിക്കാൻ പോകുമ്പോൾ, ഞാൻ പോകുന്ന സമയത്ത് ഡ്രൈവറിനോട് പറഞ്ഞു, എന്നോട് പറഞ്ഞു, ഡ്രൈവർ പറഞ്ഞു, അച്ഛാ ഉപവാസത്തിന് പോകില്ലേ, അതുകൊണ്ട് താടിയൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യണം, പോകണം, ഒരു ദേവദാസനായിട്ട് തന്നെ പോകണം. ഞാൻ പറഞ്ഞൊരു കാര്യം, താടിയൊക്കെ പഠിച്ചു പോകുന്ന ഒരു കാര്യമുണ്ട്, അഭിഷേകം പ്രാപിച്ചില്ലെങ്കിൽ താടിയൊക്കെ വളർത്തി ഞാൻ വീണ്ടും വരും. അവിടെ ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, ഇടയ്ക്കിടയ്ക്ക് എന്നോട് വിളിച്ചു ചോദിക്കും, അഭിഷേകം പ്രാപിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പാടുന്നവർ നമുക്കറിയാം. പ്ലീസ് എല്ലാവരും പറഞ്ഞു, പാസ്റ്ററെ ഏൽപ്പിച്ചു കൊടുക്കും, നിങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കും. ഞാൻ പറഞ്ഞു, നീ എന്തോ ഏൽപ്പിക്കാൻ. പ്ലീസല്ലോ ദിവസങ്ങൾ ഓരോ ദിവസം പോയി. 20-ാമത്തെ ദിവസം ഞാൻ പ്ലീസലോൾ അവിടെ ഇരിക്കുമ്പോൾ പല ദേവദാസന്മാരും ആത്മാവിൽ കൈയടിച്ച് ആരാധിക്കുമ്പോൾ ഒരു കാര്യം പറയട്ടെ, കൈയടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ അവിടെ ചെന്നിരുന്നത് തിങ്കളാഴ്ച പോകണം എനിക്ക് ഫാസ്റ്റിങ്ങിന്. പക്ഷേ തലേ ദിവസങ്ങളിൽ ശനിയാഴ്ച സീറ്റടിച്ചപ്പോൾ എൻ്റെ നഖം ഒന്ന് കട്ടായി. അങ്ങനെ അടൂര് ഹോസ്പിറ്റലിൽ ചെന്ന് വെച്ച് കെട്ടി അവിടെ പോയിരുന്നത്. എല്ലാവരും കൈയടിക്കുമ്പോൾ ഞാനിങ്ങനെ കൈ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക, കെട്ടും വെച്ചുകൊണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോൾ 20-ാമത്തെ ദിവസം പകല് പ്ലീസൽ 9 എല്ലാ പാസ്റ്ററും എല്ലാ ഉപവാസം ഇരിക്കുന്നവരെല്ലാം 9 മണിയാകുമ്പോൾ ഇവിടെ വന്നിരിക്കണം. ഞാനും പോയി എന്ത് ചെയ്തു, 6 മണിയായപ്പോൾ എൻ്റെ റൂമിനകത്ത് ഒരു സൈഡിലേക്ക് പാവിയിട്ട് മടക്കിയിട്ടിട്ട് ഞാൻ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, അന്ത്യനാളിൽ സകല ജഡത്തിന്മേലും നിന്റെ ആത്മാവിനെ പകരുമെങ്കിൽ ആ പകർച്ച എനിക്കവിടെ തരാൻ പറ്റത്തില്ലയോ? പ്രൈസലോ അന്ന് 11 മണിയായപ്പോൾ, ഇതാ പ്രൈസ് 20-ാമത്തെ ദിവസം 11 മണിയായപ്പോൾ ആത്മാവിൽ സ്വർഗ്ഗമെന്നെ കൊടയുവാനിടയായി. എനിക്ക് ഒരു കാര്യം മനസ്സിലായി, ഇത് കാപട്യമല്ല, ഇത് പ്രൈസൽ മായമല്ല, ഇത് കങ്കത്തല്ല. ഇന്ന് രാത്രി ആ ശക്തി പ്രാപിച്ച ദൈവമക്കൾ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. കാരണം അവർ എത്ര സ്തുതിച്ചാലും പ്രാപിച്ചവൾ മൗനമായിരിക്കുകയില്ല. ദൈവദാസനോട് ഓർപ്പിച്ചതുപോലെ ശക്തി പ്രാപിച്ച പത്രോസും യോഹന്നാനും 9 മണി നേരമായപ്പോൾ സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് പോയി. അവിടെ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ പടിക്കൽ ഒരു ഭിക്ഷക്കാരനെ കൊണ്ടിരിക്കുക, ചുമന്നുകൊണ്ടിരിക്കുക. ഡോക്ടറിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഇനി അവ നടക്കത്തില്ല. ജന്മന വിധിയായി നിൽക്ക് സർട്ടിഫിക്കറ്റുമായി ഇരിക്കുമ്പോൾ ഇത് ശക്തി പ്രാപിച്ച ഭക്തന്മാരെ കൊണ്ട് വരുമ്പോൾ പ്രൈസോട് ചോദിക്കുന്നു, വല്ലതും തരണമേ. ഒറ്റക്കാരി പറഞ്ഞു, വെള്ളിയും പൊന്നും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തരുന്നു. യേശുവിന്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കാം. കാഴ്ചയ്ക്ക് ഇവിടെ ഒന്നുമില്ല,
പക്ഷെ മുടന്തനെ പറയാൻ കഴിയും, കാഴ്ചക്കില്ലെങ്കിലും എന്റെ ശക്തി, എന്റെ പാദം അത് ശിരസ് വരെ ശക്തി വ്യാപരിച്ചു. ഇന്ന് രാത്രി നടക്കത്തില്ല ഡോക്ടർ പറഞ്ഞാൽ, ഇന്ന് രാത്രി നീ നടക്കാൻ പറ്റത്തില്ല, നീ സംസാരിക്കാൻ പറ്റത്തില്ല, ആരാധനയ്ക്ക് പോകാൻ പറ്റത്തില്ലെന്ന് കിടക്കണമെന്ന് ഡോക്ടർ പറഞ്ഞാൽ ആ വിധിയെ തിരുത്തിയ ഒരു ശക്തിയുണ്ട്. ഇന്ന് രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കുന്ന ശക്തി, നിന്നെ കുളിപ്പിക്കുന്ന ശക്തി, നിന്നെ ചലിപ്പിക്കുന്ന ശക്തി ഈ രാത്രിയിലും ആ ശക്തി വ്യാപരിക്കുകയാണ്. രാത്രി ശക്തി പ്രാപിച്ചവന് അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. എന്തൊക്കെയായാലും ഇവിടെ ഒതുങ്ങിയിരിക്കണമെന്ന് പറഞ്ഞ ഒതുങ്ങിയിരിക്കണമെന്നല്ല, അവൻ തുള്ളിച്ചാടി ദൈവത്തെ ആരാധിക്കുക. ശക്തി പ്രാപിച്ചവർ കടന്നു വന്നപ്പോൾ വല്ലതും തരണേ അമ്മ, അല്ലെ, വല്ലതും തരണേ ചേട്ട, അണ്ണാന്നൊക്കെ വിളിച്ചപ്പോ അവര് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, വെള്ളിപ്പൊന്ന് ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ള നിനക്ക് തരിക, കാഴ്ചക്കൊന്നുമില്ലെങ്കിൽ എന്നെ പ്രാപിക്കാനുള്ളതാണ്. ഇന്ന് രാത്രി പാദമല ശിരസ് വരെ വ്യാപരിക്കൊരു ശക്തി വ്യാപരിക്കുന്നു. നീ നടക്കത്തില്ലെന്ന് ലോകം പറഞ്ഞാല് നീ ഇരിക്കുന്ന സുന്ദരമെന്ന ദേവാലയ ഗോപുരം പഠിക്കരുത്. പേരെന്താ? സുന്ദരം. ഈ പേര് പറയുമ്പോൾ ഒരു കാര്യം മറന്നു പോവുകയാണ്, പ്ലീസ് മറക്കാതെ. പേരെന്താണ്? സുന്ദരം. പേര് സുന്ദരമാണ്. ഇരിപ്പ് എവിടാണ്? ആലയത്തിന് പുറത്താണ്. പല പേരുകളുണ്ട്. ഞങ്ങളുടെ സ്ഥലത്ത് ഒരു പേരുണ്ട്, അഭിഷേകമൊക്കെ. ഇവിടെ ഉള്ളവർക്ക് അഭിഷേകം ഉണ്ടോ? സുന്ദരൻ എന്ന പേരാ. സുന്ദരനാണോ? പേരുണ്ട്, പക്ഷെ അവൻ ഇരിക്കുന്നത് പുറത്താണ്. ഒരു ദിവസം അവനെ എഴുന്നേൽപ്പിച്ചു, തുള്ളിപ്പിച്ചു. ഇന്ന് രാത്രി ഇവിടെ കൈയടിച്ച് പലരും പറയും അവർക്കൊരു പണിയില്ലടാ, അവര് വന്നിരുന്നിട്ട് തുള്ളുന്നു, ചാടുന്നു. പക്ഷേ ഇന്ന് രാത്രി നമുക്ക് പറയാൻ കഴിയണ തുള്ളാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങളെ ചലിപ്പിച്ച ഒരുവനുണ്ട്, ഞങ്ങളെ ഓടിച്ചവർ ഒരുവനുണ്ട്, ഞങ്ങളെ നടത്തിയ ഒരുവനുണ്ട്. ഇന്ന് രാത്രി അവനെ സ്തുതിച്ചാൽ എത്ര സ്തുതിച്ചാലും മതി വരത്തില്ല. തുള്ളിച്ചാടി ആരാധിച്ചത് എവിടെ ആരാധിച്ചെന്നറിയാമോ? ആലയത്തിന്റെ അകത്ത്. നമ്മൾ എവിടെ ആരാധിക്കും? ഇവിടെ പ്രാപിച്ച ആലയത്തിൽ ഒറ്റണം കാണുന്നത്. ഞാൻ സഭാശുശ്രൂഷ നീണ്ട 21 വർഷമായി, 2 വർഷമായപ്പോൾ ഈ സഭാശുശ്രൂഷയിലായിരിക്കുക. അനുഭവം നമുക്കറിയാം. വിടുതൽ പ്രാപിച്ചപ്പൻ ഒറ്റ വിശ്വാസിയാണ്. പ്രൈസലോ, വിടുതൽ പ്രാപിച്ച എവിടെ വരണം? ദൈവസഭയ്ക്കകത്ത് വരണം. തുള്ളി എവിടെന്നറിയാമോ? ആലയത്തിന്റെ അകത്ത്. പ്രൈസലോ, അവിടെ വന്ന് നോക്കുമ്പോൾ ഈ മനുഷ്യനെ കാണുന്നില്ല. എല്ലാരും വന്നു പ്രൈസലോ എന്ത് ചെയ്തു? കട്ടം മാറ്റി നോക്കുന്നു. പ്രൈസലോ, ജനല തുറന്ന് നോക്കുന്നു. അവിടെ നോക്കിയപ്പോ ഒരു കാഴ്ച, അകത്തൊരുത്തൻ ആരെയും മൈൻഡ് ചെയ്യാതെ തുള്ളുക. അവര് പറഞ്ഞ കാര്യം, ഇവനല്ലേ അവിടെ ഇരുന്നവൻ, ഇവനല്ലേ ഭിക്ഷ അയച്ചവൻ, ഇവനല്ലേ പ്രൈസലോ അവന്റെ മോൻ എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ പറഞ്ഞൊന്നും വിഷയമല്ല. തുള്ളുന്നവന് വിടുതൽ പ്രാപിച്ചവൻ അതൊന്നും വിഷയമല്ല. നിന്നെ വിരച്ചുണ്ടാൻ ഇവിടെ ആളുണ്ട്, നിന്നെ നോക്കാൻ ഇവിടെ ആളുണ്ട്, നിന്റെ വരവ് നോക്കുന്ന ഒരുവനുണ്ട്. പലരും നിന്നെ നോക്കാം, പക്ഷേ ഇന്ന് രാത്രി അവരെ നോക്കണ്ട. ഇന്ന് രാത്രി വിടിവിച്ച ദൈവത്തെ ഈ രാത്രി ആരാധിപ്പാ. ഒരിക്കൽ എന്റെ വീട്ടിൽ ഒരു പാസ് വന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ എന്നോട് പറഞ്ഞു, പാസന്മാരെ വീട്ടിനകത്ത് കയറി ചവിട്ടി തേക്കരുത്, അടി കൊടുത്ത് വിടുന്നു പറഞ്ഞപ്പോ എന്റെ അമ്മ പറഞ്ഞൊരു പദമുണ്ട്, മോനെ നിന്റെ ജോലി ഇത് തന്നെയാണ്. വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇന്ന് രാത്രി ഞാൻ വൻസൂക്ഷിക്കുമ്പോൾ ഒരു അമ്പെന്നതുപോലെ എന്റെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അമ്മയുടെ പൈസയുള്ള പ്രാർത്ഥന വെറുതെ അല്ലായിരുന്നു. അവർ രഹസ്യമായി പ്രാർത്ഥിച്ചു, പരസ്യമായി ദൈവത്തെ ഉയർത്തുവാൻ ഭാഗ്യം ലഭിച്ചത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഇത് പ്രീസ് ഇന്ന് രാത്രി ഒരു കാര്യമുണ്ട്, ആവർത്തനമെന്ന് വിളിച്ചു പറയുന്നു. ഇത് കൺകെട്ടല്ല. ഇന്ന് രാത്രി നിന്റെ ജീവിതത്തിൽ ഒരു രക്ഷയ്ക്ക് കാരണമാണ്. ഇത് മായമല്ല. എന്റെ വാത്സല്യ പിതാവ് അനവധി പാട്ടുകൾ പാടാറുണ്ട്, പഴയ പാട്ടുകളൊക്കെ. ഇത് പാടുമ്പോൾ പ്ലീസ് ഞാൻ അദ്ദേഹം ആ പിതാവിന്റെ ആരാധന എന്ന് പറയും. പലപ്പോഴും എന്റെ പെങ്ങളുടെ കൂടെ ആരാധിക്കാൻ പോകുമ്പോൾ പ്ലീസ് എന്നോട് പറയാറുണ്ട്, എടാ അച്ഛൻ വീട്ടിൽ പള്ളി വന്ന ഭയങ്കര ബഹളവാ, കസേരയ്ക്കകത്തൊന്നും ഇരിക്കാൻ പറ്റത്തില്ല, കാരണം തുള്ളി ഭയങ്കര കസേരയൊക്കെ പൊട്ടിച്ചുണ്ട്, ഇതുപോലെ പിടിച്ചു കുലുക്കുക. ഞാൻ പറഞ്ഞു, പ്ലീസ് ഞങ്ങളൊക്കെ നാക്കി വെച്ചാൽ അങ്ങനെ നാക്കരുത്, നമുക്ക് എന്നെ നാണക്കേടാ, നമുക്കൊക്കെ ഷെയ്മാ, അച്ഛൻ അങ്ങനെ ചെയ്യരുത്. എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞത് നിനക്കൊക്കെ ഇത് സർപ്രൈസ്, നിനക്കൊക്കെ ഇത് എന്ത് ചെയ്യാം, അനുഭവിക്കുമ്പോൾ നീ മനസ്സിലായിക്കോളാം. കസാര ഒതുങ്ങുന്ന ശക്തിയല്ല ഇത്. കസാര പിടിച്ചൊതുങ്ങുന്ന ശക്തിയല്ല. വിടുതൽ പ്രാപിച്ചവൻ അറിയാം. ഇന്ന് രാത്രിക്കാലം വിടുതൽ പ്രാപിച്ചവന് തിരിച്ചറിയും, ഇത് കസാര ഒതുങ്ങുന്നതല്ല. നിന്റെ പ്രൈസ്, നിന്റെ അവസ്ഥ ഒതുങ്ങുന്നതല്ല. നിന്റെ പ്രൈസ് മറ്റുള്ളവരെ നോക്കണ്ട. ഇന്ന് രാത്രി വിടുതൽ പ്രാപിച്ചവൻ ഇന്ന് രാത്രി കർത്താവരെ ആരാധിക്കുകയാണ്. നിന്നെ കാണും ജനങ്ങൾക്ക് പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും പിന്നെ ദുഃഖമൊന്നുമില്ല.
പരപരമേശ പരമരുളേശ ഈ യാത്രയിൽ രക്ഷസ്ഥാനം. ആമൻ പരപരമേശ പരമരുളേശ ഈ യാത്രയിൽ രക്ഷസ്ഥാനം. നിന്റെ എല്ലാ നാമത്തിൽപ്പം എന്റെ ഭാഗ്യമേറാവല്ലോ. നിന്റെ എല്ലാ എന്റെ ഭാഗ്യമേറാവല്ലോ. പരമരമേശ പരമരുളേശ ഈ യാത്രയിൽ രക്ഷസ്ഥാനം. ആമൻ പരമരമേശ പരമരുളേശ ഈ യാത്രയിൽ പാകേലം അന്യമോഹൂരമത്രേ ആദിയെങ്കിൽ പാകേലം അന്യമോഹൂരമത്രേ പരമരമേശ പരമരുളേശ ഈ യാത്രയിൽ പരമരമേശ പരമരുളേശ ഈ യാത്രയിൽ രക്ഷസ്ഥാനം. നമ്മുടെ കരകൊട്ടി കർത്താവ് സ്തുതിക്കാം. അവസരം ഒരുക്കിയ വാത്സല്യ അഭിഷേകത്തിനും ദൈവ കൂടി വരുന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം നന്നായിരിക്കും കർത്താവ്. നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ചാൽ വചനം സ്വർഗം നമുക്ക് ദാനമായി തന്നതിനായി ഇന്ന് രാത്രികാല കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമീൻ. വളരെ പ്രായമുള്ള ആമീൻ ഒരു മനുഷ്യൻ ആമീൻ തന്റെ യൗവനകാലം മുതൽ ദൈവത്തിന്റെ ആമീൻ അരുളപ്പാട് നിറഞ്ഞ മാറ്റമില്ലാത്ത വചനം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ആമീൻ ഒരു വെളിപ്പാടിന്റെ ഒരു ദർശനത്തിന്റെ ആമീൻ ഹല്ലേലൂയ സമാധിയിലേക്ക് ആമീൻ എന്നെ കർത്താവേ അങ്ങ് കൊണ്ടുവരണമേ, പിതാവേ എന്നെ കൊണ്ടുവരണമേ എന്ന് ആമീൻ അകത്തളങ്ങളിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യന്റെ ആമീൻ അവസാനത്തെ നിമിഷമാണ്. ആമീൻ പ്രാർത്ഥിച്ച ആമീൻ ഹല്ലേലൂയ മനുഷ്യൻ ഹല്ലേലൂയ പ്രാർത്ഥനയ്ക്ക് മറുപടി കാണുകയാണ്. ഹല്ലേലൂയ. ആമീൻ. അതിന്റെ ആമീൻ ഹല്ലേലൂയ 29 വാക്യം ഒന്ന് വായിച്ചു. 29 ഇപ്പോൾ നാഥ തിരുവചനം പോലെ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചതിന്റെ മറുപടി. ആമീൻ. ഉപവസിച്ചതിന്റെ മറുപടി. ഹല്ലേലൂയ. ആമീൻ. ഹല്ലേലൂയ. വചനം ആമീൻ നെഞ്ചോട് ചേർത്ത് പിടിച്ചതിന്റെ മറുപടി. ആമീൻ. ആ മനുഷ്യൻ കണ്ടിട്ട് ആമീൻ ആലയത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ താൻ പ്രാർത്ഥിക്കുകയാണ്, നാഥ ആമീൻ ഹല്ലേലൂയ അടിയനെ സ്വസ്ഥതയോടെ വിട്ടാട്ടെ. ഇന്ന് രാത്രികാലം ഇതിനകത്തളങ്ങളിൽ വന്നത് ആമീൻ നീ കടന്നു പോകുമ്പോൾ യേശു നിന്റെ കൂടെ വരണം. ആമീൻ. ആ സാന്നിധ്യം നിന്നോട് കൂടെ ഇരിക്കണം. ആമീൻ. ആമീൻ. നീ പറയണം, നാഥ ഇന്ന് രാത്രികാലം ഞാൻ ആരാധനയ്ക്ക് പോയത്, ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോയത്, ഞാൻ ആ ദേശത്തിന് വേണ്ടിയുള്ള ഐക്യ കൂട്ടായ്മയ്ക്ക് പോയത് ആമീൻ ഹല്ലേലൂയ നീ എന്റെ ജീവിതത്തെ മാറ്റി. ആമീൻ. ഞാൻ പ്രാർത്ഥിച്ച വിഷയത്തിന്മേൽ ആമീൻ നീ എനിക്ക് ആമീൻ മറുപടി തന്നു. ആമീൻ. നീ എന്നെ സമാധാനത്തോടെ ഇന്ന് രാത്രികാലം അയക്കണമേ എന്ന് ഇന്ന് രാത്രികാലം നമുക്ക് പറയാം. ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ആമീൻ. ഒരുമിച്ച് നമ്മൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ പോകുകയാണ്. ഇപ്പോൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ഹല്ലേലൂയ 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 ദൈവദാസൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ആമീൻ. അപ്പച്ചൻ ആശീർവാദം. നമുക്ക് ഒരുമിച്ച്